ടെക് ന്യൂസ് മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ആപ്പിളിൻ്റെ മാജിക് കീബോർഡ്, മൈസ്, ട്രാക്ക് പാഡ് പിന്നെ മറ്റ് ആക്സസറീസിൻ്റെയും സ്പേസ് ഗ്രേ കളർ വേരിയൻ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ആപ്പിൾ എയർപോഡ്സ് 3യും ആപ്പിൾ മ്യൂസിക് ഹൈഫൈയും മെയ് 18 ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്. ആമസോണിൽ മൗത്ത് വാഷ് ഓർഡർ ചെയ്ത യൂസറിന് റെഡ്മി നോട്ട് 10 ലഭിച്ചിരിക്കുകയാണ്. ആമസോൺ മിനി TV ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ആമസോൺ ഷോപ്പിംഗ് ആപ്പിലാണ് വരുന്നത്. ഇതിൽ വെബ് സീരീസും ടെക് വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഇത് ഫ്രീ ആണ്. ആമസോൺ പ്രൈമിൻ്റെ ഫ്രീ ട്രയലും അതുപോലെ തന്നെ 1 മന്ത് പ്രൈം സബ്സ്ക്രിപ്ഷനും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. RBIയുടെ പുതിയ ഗൈഡ് ലൈൻസ് കാരണമാണിത്. ഇനി മുതൽ ആമസോൺ പ്രൈമിൻ്റെ 3 മാസത്തെ അല്ലെങ്കിൽ 1 കൊല്ലത്തെ മെമ്പർഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉപയോഗിച്ചിട്ട് ഡോക്ടേഴ്സ് സ്പൈനൽ സർജറി കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. ലൈക്ക പുതിയ സ്മാർട്ട് ഫോൺ പാർട്ട്നേഴ്സിനെ നോക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഷവോമി, ഹോണർ, ഷാർപ്പ് എന്നിവർക്കാണ് സാധ്യത. ഹുവാവെയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഹുവാവെ P50യോടെ അവസാനിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഡെസ്ക്ടോപ്പിലും പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫീച്ചർ വരുന്നു എന്നാണ് റിപ്പോർട്ട്. ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുടെ ചില പ്ലേ സ്റ്റോർ ലിസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവന്നിരിക്കുകയാണ്. ക്രിയേറ്റേഴ്സിനോട് PUBG എന്ന പേര് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്ലേ സ്റ്റോർ ലിസ്റ്റിങ്ങിൽ PUBG മൊബൈൽ ഇന്ത്യ, പ്ലേയേഴ്സ് അൺനോൺ, ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ എറങ്കിൾ, മിറാമാർ, ഷാൻഹോക്ക്, വിക്കണ്ടി, ലിവിക് ബാറ്റിൽ മാപ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുടെ സൈസ് 610 MB ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. GTA 6 എന്ന ഗെയിമിൽ സിംഗിൾ പ്ലെയർ മോഡ് ഉണ്ടാവില്ല എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ GTA 6ൽ സിംഗിൾ പ്ലെയർ മോഡ് ഉണ്ടാകുമെന്ന് റോക്സ്റ്റാർ ഡെവലപ്പേഴ്സ് കൺഫേം ചെയ്തിരിക്കുകയാണ്. മോട്ടറോള ഗുരുവുമായിട്ട് ചേർന്നിട്ട് പുതിയ എയർ ചാർജിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു. ഇതിൽ 30 GHz-ൻ്റെയും 300 GHz-ൻ്റെയും ഇടയിലുള്ള മില്ലിമീറ്റർ വേവ് ആണ് ഉപയോഗിക്കുന്നത്. ആങ്കർ സൗണ്ട് കോർ ലൈഫ് .2 ANC ഇയർഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ IPX4 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 7,999 രൂപയാണ്. ലെനോവോ ഗോ വയർലെസ് ചാർജിംഗ് മൗസും പിന്നെ ലെനോവോയുടെ 65 വാട്ടിൻ്റെ പവർ ബാങ്കും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പവർ ബാങ്കിൻ്റെ വില വരുന്നത് $89.99, മൗസിൻ്റെ വില വരുന്നത് $59.99. സാംസങ് ഗാലക്സി ബുക്ക്, സാംസങ് ഗാലക്സി ബുക്ക് പ്രോ പിന്നെ സാംസങ് ഗാലക്സി ബുക്ക് പ്രോ 360 എന്നീ ലാപ്ടോപ്പുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എല്ലാത്തിലും AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സാംസങ് ഗാലക്സി ബുക്കിൻ്റെ വില വരുന്നത് $860-ൻ്റെയും $1,465-ൻ്റെയും ഇടയിലാണ്. സാംസങ് ഗാലക്സി ബുക്ക് പ്രോയുടെ വില വരുന്നത് $1,153-ൻ്റെയും അതുപോലെ തന്നെ $1,907-ൻ്റെയും ഇടയിലാണ്. സാംസങ് ഗാലക്സി ബുക്ക് പ്രോ 360യുടെ വില വരുന്നത് $1,605-ൻ്റെയും $2,430-ൻ്റെയും ഇടയിലാണ്. ഫെബ്രുവരി 2021 ജിയോ 4.26 മില്യൺ യൂസേഴ്സിനെയും എയർടെല്ലിൽ 3.73 മില്യൺ യൂസേഴ്സിനെയും ആഡ് ചെയ്തു എന്നാണ് റിപ്പോർട്ട്. പക്ഷേ ജിയോയുടെ ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ് 33% കുറഞ്ഞിട്ടുണ്ട്. എയർടെലിൻ്റെ ആക്റ്റീവ് യൂസേഴ്സ് 34.6% കൂടിയിട്ടുണ്ട്. ZTE Axon 30 Ultra ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫോണിൻ്റെ പിന്നിൽ 64+64+64+8 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4600 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 8 GB RAM 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് $749 അല്ലെങ്കിൽ €620 ആണ്. അതായത് ഏകദേശം 54,200 രൂപ. 12 GB RAM 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് $849 അല്ലെങ്കിൽ €699 ആണ്. അതായത് ഏകദേശം 62,200 രൂപ. സോണി Xperia Ace 2 എന്ന ഫോണിൻ്റെ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഈ ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നതായിരിക്കും. പിന്നെ ക്യാമറയ്ക്ക് ഡെഡിക്കേറ്റഡ് ബട്ടണും ഈ ഫോണിൽ വരും. ഓപ്പോ ഫൈൻഡ് X3 Pro മാർസ് എക്സ്പ്ലോറേഷൻ എഡിഷൻ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ഗ്രേ കളറിലാണ് വരുന്നത്. ഈ ഫോണിൽ 6.7 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ 16 GB റാമും 512 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+50+13+3 മെഗാപിക്സലിലെ റിയർ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിൽ 32 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 4500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് $6,999 ആണ്. അതായത് ഏകദേശം 79,700 രൂപ.
റെഡ്മി നോട്ട് 10 പ്രോ എന്ന ഫോണിൻ്റെ 6GB റാം 64GB ഇന്റേണൽ വെർഷൻ്റെ ഓപ്പൺ സെയിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫോണിൻ്റെ പിന്നിൽ 64+8+5+2 മെഗാപിക്സൽ റിയർ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5020 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 6GB റാം 64GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. പോക്കോ M3 പ്രോയിൽ 5000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുമെന്ന കാര്യം പോക്കോ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. IPS LCD പാനലായിരിക്കും ഈ ഫോണിൽ ഉപയോഗിക്കുക. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. മീഡിയാടെക്കിൻ്റെ Dimensity 700 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യും. ഫോണിൻ്റെ പിന്നിൽ 48+2+2 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരും. ഇത് റെഡ്മി നോട്ട് 10 5G എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. മെയ് 19 ഈ ഫോൺ ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നത്. സാംസങ്ങിൻ്റെ സൗത്ത് കൊറിയയിലെ പുതിയ ഓഫ്ലൈൻ സ്റ്റോറിൽ സാംസങ് നോട്ട് 21 പറ്റിയിട്ട് എഴുതിയ ഒരു ഫോട്ടോ പുറത്തു വന്നിരിക്കുകയാണ്. സാംസങ് നോട്ട് 21 സീരീസ് ഉണ്ടാവില്ല എന്ന റിപ്പോർട്ടുകൾ മുമ്പുണ്ടായിരുന്നു. ഗൂഗിൾ പിക്സൽ 6 സീരീസിൽ പുതിയ ക്യാമറ സെൻസേഴ്സ് വരുമെന്നാണ് റിപ്പോർട്ട്. റെഡ്മി നോട്ട് 8 2021 എന്ന ഫോണ് ഇന്ത്യ, ഇന്തോനേഷ്യ, തുർക്കി എന്നീ രാജ്യങ്ങളിൽ ലോഞ്ച് ചെയ്യില്ല എന്നാണ് റിപ്പോർട്ട്. പിന്നെ ഈ ഫോണ് EEC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സറായിരിക്കും വരിക. 4000 mAh ബാറ്ററി വരും. 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. Asus ZenFone 8 സീരീസിൽ കുറഞ്ഞത് 2 മേജർ OS അപ്ഡേറ്റ് എങ്കിലും ലഭിക്കുമെന്ന് Asus കൺഫേം ചെയ്തിരിക്കുകയാണ്. Asus ZenFone 8 എന്ന ഫോൺ ഇന്ത്യയിലെ Asus 8Z എന്ന പേരിലായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ മോഡൽ ഗൂഗിൾ പ്ലേ സപ്പോർട്ട് ഡിവൈസ് ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ചില ലീഗൽ ഇഷ്യൂസ് കാരണമാണ്. പിന്നെ ഈ ഒരു ഫോണിൽ 5.9 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ ഡിസ്പ്ലേ ഈ ഫോണിൽ വരും. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 64+12 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരും. ഫ്രണ്ടിൽ 12 മെഗാപിക്സൽ സെൽഫി ക്യാമറ വരുന്നതായിരിക്കും. ഈ ഫോണിൽ 4000 mAh ബാറ്ററി ആയിരിക്കും വരിക. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ചൈനയിൽ റെഡ്മി നോട്ട് 10 സീരീസിൽ മീഡിയാടെക്കിൻ്റെ Dimensity 900 എന്ന പ്രോസസ്സർ വരുമെന്നാണ് റിപ്പോർട്ട്. ഇത് മീഡിയാടെക്കിൻ്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത പ്രോസസ്സറാണ്. റെഡ്മി നോട്ട് 10 സീരീസിൽ റെഡ്മി നോട്ട് 10 5G, റെഡ്മി നോട്ട് 10 പ്രോ 5G, റെഡ്മി നോട്ട് 10 പ്രോ പ്ലസ് 5G എന്നിങ്ങനെ 3 ഫോണുകൾ വരാനാണ് സാധ്യത.